മടങ്ങി വരുമ്പോൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. ഒപ്പം തന്നെ കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടാവുന്നു. MS അനീഷ് കുമാർ നമുക്കിപ്പം തുടരുന്നു. അനീഷ്, പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുന്നു. ലുക്കൌട്ട് നോട്ടീസും പുതിയ അന്വേഷണ സംഘവും ഒക്കെ വന്നു കഴിഞ്ഞു. രാഹുൽ ഉടൻ പിടിയിലാകുമോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാഹുൽ ഉടൻ പിടിയിലാവാൻ സാധ്യത കുറവാണെന്നാണ്. കാരണം ഇന്നലെ വൈകിട്ട് വരെ ഈ വീട്ടിൽ രാഹുൽ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ അതിനുശേഷം രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല. രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അഭിഭാഷകനുമായി രാഹുൽ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നുവെന്നാണ്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ഒളിവിൽ തന്നെ കഴിയാനുള്ള സാധ്യതയാണ്. മുൻകൂർ ജാമ്യ ഹർജി നൽകുമ്പോൾ അത് പരിഗണനയ്ക്ക് വരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അഥവാ കേസ് വളരെ വേഗം പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ആ കാര്യം പറഞ്ഞു പിടിച്ചു നിൽക്കാം. ഇനിയും മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇത്തരം പല വശങ്ങൾ പറയുമ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പിന്നീട് ഈ അറസ്റ്റുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന രീതിയിലും കണക്കൂട്ടലുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ വധശ്രമ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ അവർ ഈ കേസിനെ കാണുന്നു എന്നാണ് കുടുംബം തന്നെ പറയുന്നത്. അതുകൊണ്ട് അവർ മുൻകൂർ ജാമ്യത്തിനും മറ്റ് നിയമ നടപടിക്രമങ്ങൾക്കും വിധേയമാവാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ തന്നെ മകൻ ഉണ്ട് എന്നാണ് നേരത്തെ രാഹുലിൻ്റെ അമ്മ പറയുകയും ചെയ്തത്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഈ നിയമ നടപടിക്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നത് ആസ്പദമാക്കിയിരിക്കും ഈ രാഹുലിൻ്റെ കീഴടങ്ങളോ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിൻ്റെ നടപടിക്രമങ്ങളോ. സജിത്ത്, അതാണ് അനീഷ് സൂചിപ്പിക്കുന്നത്. രാഹുൽ എന്തായാലും ഒളിവിൽ പോയിരിക്കുന്നു. പോലീസ് വലിയ ആക്ഷേപം കേട്ട ഒരു സംഭവമാണ്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ചില നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അല്പം സമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവം കൂടിയായ പെൺകുട്ടിയുടെ വീട് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ആ തരത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. കാരണം പോലീസിനെതിരെ ശക്തമായ വീഴ്ചയുണ്ട്. പോലീസിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി ഇന്ന് രംഗത്ത് വന്നത്. ഒപ്പം തന്നെ ആ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതേപടി ശരിയാണ് എന്ന കാര്യം തെളിഞ്ഞു എന്ന കാര്യവും വനിതാ കമ്മീഷനും സ്ഥിരീകരിക്കുന്നു.